ഗംഭീരം. കലക്കി കുട്ടികളെ ഗോൾസ് ഓൺ വീൽസ്. നിങ്ങള് ഗംഭീര പെർഫോമൻസ് പറഞ്ഞാൽ എനിക്കറിയാം അവരിപ്പോ എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നുള്ളത്. കാരണം ആ ഡ്രസ്സിന്റെ ആ തിളക്കം പോലെ തന്നെയായിരുന്നു ഇവരുടെ ചിരി. ഒരു നല്ല കൈയ്യടി പ്ലീസ്. ഇത്ത എന്താണ് തോന്നുന്നത്? എന്തൊരു സുന്ദരി കുട്ടികളെല്ലാവരും. എന്തായാലും ഭയങ്കര, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോകും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ കേട്ടോ. അപ്പോൾ ആദ്യം അമൃത ടീവിനോട് ഒരുപാട് താങ്ക്സ് പറയണം. ഇപ്പം എനിക്ക് വരാൻ പറ്റി, നിങ്ങളൊക്കെ കാണാൻ പറ്റി. എന്ത് രസം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതേപോലെ കുട്ടികൾ ഒപ്പന കളിക്കുന്ന. പക്ഷെ എന്ത് രസം, എക്സ്പ്രഷനൊക്കെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ. ആരെ പഠിപ്പിച്ചത് നിങ്ങൾ ഒപ്പന? ഞങ്ങളുടെ ടീച്ചറുണ്ട്, തമന്ന ടീച്ചർ. സലാം സാറ്. ഓ, സലാം സാറും തമന്ന മിസ്സും പ്ലീസ് ജോയിൻ us. തമന്ന ടീച്ചറെ, എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാ, നന്നായിട്ടുണ്ട്. എത്ര ദിവസം എടുത്തത് പഠിക്കാനൊക്കെ? ഒരാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഡാൻസും പാട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ എബിലിറ്റി ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഷാനിൽ. So welcome to our show. Thank you. Thank you so much for bringing all of them here. ഞാൻ ഇത്തരത്തായിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടത്. പക്ഷേ ഇക്കയ്ക്കും പക്രുചേട്ടനും കൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇവരുടെ ഈ പെർഫോമൻസ് ഈ ഒരു സ്റ്റേജിൽ ഒതുങ്ങല്ല. ഇവർ ഒരുപാട് ഷോകൾ നമ്മുടെ ഇവിടെ ചുറ്റളവിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ ആദ്യമായിട്ട് എബ്രോഡ് ഒരു ഷോയിന് പോവാണ്. അതൊന്ന് പറയാമോ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഞാൻ ഷെയർ ചെയ്യണം. ഇത് എബിലിറ്റി ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള എബിലിറ്റി പാരാ സ്പോർട്സ് ആൻഡ് ആർട്സ് അക്കാഡമിയുടെ കുട്ടികളാണ്. ഇവർ അവിടെയുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, ടീച്ചേഴ്സും കൂടിയാണ്. ഇവർ സ്വയം അവിടെ ജോലി ചെയ്യുന്നുണ്ട്, വരുമാനം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ 50ഓളം വേദികൾ പിന്നിട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, വിദേശത്തേക്ക് ഏപ്രിൽ മാസത്തിൽ പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് NGOക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച സ്ഥാപനമാണ് എബിലിറ്റി ഫൗണ്ടേഷൻ. അപ്പോൾ എബിലിറ്റി ഫൗണ്ടേഷന് അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ സീറ്റിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ പെർഫോമൻസ് കണ്ടപ്പോൾ ശാരീരികമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത പ്രൊഫഷണൽ ഒപ്പന ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അതിലും ഒരു പടി മികച്ചു നിൽക്കും. അത്രയും ആവേശത്തോടെയാണ് നമ്മളിത് കണ്ടത്. എനിക്കൊരു ഇവിടെ ഇരുന്നപ്പോൾ ഒരു അഭിമാനം തോന്നിപ്പോയി, ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു വേദിയിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് ഒരു എന്താ പറയുക, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ദുബായ് ഒന്നും ആയിരിക്കുകയല്ല, ഇവരുടെ ടീം ഇങ്ങനെ പറക്കാൻ സാധ്യതയുള്ള, കാരണം അത്രയും നല്ലൊരു ടീം സ്പിരിറ്റ്. ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയാണോ ഏറ്റവും നല്ല വേദികൾ കിട്ടുക ആ വേദിയിൽ ഞാൻ നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എഫേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങളുടെ പെർഫോമൻസ് വരും. കാരണം നിങ്ങൾ മനസ്സ് വെച്ചാൽ, പ്രാക്ടീസ് വെച്ചാൽ അതിനുള്ള കഴിവുള്ള ആളുകളാണ്. കാരണം ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ വീൽ ചെയർ കണ്ടില്ല, നിങ്ങളിലാണ് ഫുൾ ഫോക്കസ് വന്നത്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ബാക്കി ഇക്ക പറയും. എനിക്ക് ഒറ്റ വാക്കുള്ളൂ. ഞാൻ നഴ്സറി എൻ്റെ 4ാമത്തെ വയസ്സ് തൊട്ട് സ്റ്റേജിൽ കയറാൻ തുടങ്ങിയാണ്, അല്ലെങ്കിൽ സ്റ്റേജ് ആയിട്ടുള്ള ബന്ധമുള്ള ആളാണ്. പക്ഷെ ഞാൻ സ്റ്റേജിൽ ഇതുവരെ കണ്ടേക്കുന്ന പരിപാടിയിൽ ഏറ്റവും മനോഹരമായ പെർഫോമൻസ് ഒറ്റ വാക്കിൽ പറഞ്ഞല്ലാതെ തന്നെ, കണ്ണുകൾ കൊണ്ടല്ല കണ്ടത്, ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ ഈ പെർഫോമൻസ് കണ്ടത്. അതാണ് ഓഡിയൻസ് ഹൃദയം കൊണ്ട് എങ്ങനെ ഏറ്റെടുക്കുന്നോ അതാണ് യഥാർത്ഥ കലയെന്നുള്ളതാണല്ലോ സത്യമായൊരു കാര്യം.